വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വലിച്ചു നീട്ടുന്ന കാര്യം പറഞ്ഞേക്കാം. ഒരു റിവ്യൂ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഹെയർ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലാണ്ടാവും. അതാണ് നമ്മുടെ ഹാപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. ഇപ്പോൾ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെയധികം, അതായത് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ട്രെൻഡിങ്ങിൽ വന്നേ പിന്നെ എല്ലാവരും റോസ്മേരി വാങ്ങിച്ച് തിളപ്പിച്ച് യൂസ് ചെയ്യുന്നു. ചിലർ ഇതെന്നെ മേടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ യൂസ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ പറയാനായിട്ട് ഞാനിത് വാങ്ങിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമായിരുന്നു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ യൂസ് ചെയ്തു, അതിൻ്റെ ഇടയിൽ ഒരു മന്ത് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4 ആഴ്ച അടുത്ത് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായി. അറിയാതെ യൂസ് ചെയ്യാതെ ആയ പിന്നെ നമ്മൾ ആ ഒരു മടിയിൽ പിന്നെ യൂസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും യൂസേജ് സ്റ്റോപ്പ് ചെയ്ത സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, ഹോണസ്റ്റ് റിവ്യൂ ആയിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പലരും ഞാൻ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ എന്താ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം, ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇത് 100 ml പ്രോഡക്റ്റ് ആണ്. ഇത് 225 rupees വരുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് മേടിച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ തുടർച്ചയായിട്ടൊരു 2 മാസം അടുത്ത് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടായി. അതായത് ഹെയർ ഫാൾ കുറച്ചധികം വളരെ സ്റ്റോപ്പ് ചെയ്തെന്നൊന്നും ഞാൻ പറയില്ല, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ ഫാൾ നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫാൾ ഉള്ള ആളാണ്, അതുകൊണ്ട് ഹെയർ ഫാൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു ബേബി ഹെയർസ്, എനിക്കിവിടെ കുറച്ച് മുടിയില്ല. അതെങ്ങനെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് പോയതാണെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഇത് നിങ്ങൾക്കറിയാമോ, നല്ല രീതിക്ക് ബേബി ഹെയർസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഞാൻ യൂസ് ചെയ്യാണ്. അപ്പോൾ നല്ല കുട്ടി ബേബി ഹെയർസും അതിൻ്റെ ഹെയർ ഫോളൊക്കെ നല്ലോണം റിഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ ഓക്കെ അടിപൊളി, അന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോഴത്തേക്കും അവളിത് യൂസ് ചെയ്യുന്നത് എന്നെക്കാളും മുന്നേ അവൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അവൾ യൂസ് ചെയ്തിട്ട് അവൾക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അവൾ യൂസ് ചെയ്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും അവൾക്ക് ഹെയർ ഫോൾ നല്ലധികം കൂടി. മുന്നേ ഉണ്ടായതിനേക്കാളും ഇത് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും കൂടി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്കൊന്ന് റിസ്ക് എടുത്തേക്ക്, നമുക്കൊന്ന് ഒരു 1 month നമുക്കൊന്ന് ബ്രേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാനത് ബ്രേക്ക് എടുത്തു. അപ്പം എന്തുണ്ടായെന്ന് ചോദിച്ചാൽ, അവൾക്കുള്ള പോലെ തന്നെ സെയിം. പക്ഷേ അവൾ പറയുന്ന അനുസരിച്ച് അവൾ പിന്നെ ബ്രേക്ക് എടുത്ത് പിന്നെ യൂസ് ചെയ്യാൻ നിന്നില്ല. അവളത് ഇത് അങ്ങനെ ഒഴിച്ച് കാട്ടിക്കളഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് പോകുകയാണെങ്കിൽ, അതായത് ഒരു 1 month 2-3 months ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഒരു പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്ത് ഇപ്പോൾ 2-3 ദിവസം നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് മുന്നേ ഉണ്ടായേക്കാളും കൂടുതൽ മുടി ലോസ് ആവുന്നുണ്ട്. അത് കറക്റ്റാണ്. എനിക്കെന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇതാണ് അവളുടെ എക്സ്പീരിയൻസ്. എനിക്കെന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഞാനിതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഒരാഴ്ചയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് മുന്നേ ഉണ്ടായ ഒരു ഹെയർ ഫോള് റിഡ്യൂസ് ആയപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എത്രത്തോളമാണ് റിഡ്യൂസ് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായത്. പിന്നെ ഇത് കൂടാൻ തുടങ്ങി. ഇതാണ് ഒരു ഇത്. നമ്മൾ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 ആഴ്ച 2 ആഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ വരും എനിക്ക് മുടി നല്ലോണം പോകും. ഇത് പെട്ടെന്ന് എനിക്ക് അപ്പോഴൊക്കെയാണ് എനിക്ക് റിസൾട്ട് അറിയാൻ കിട്ടിയത്. ഞാനിങ്ങനെ വലിച്ചു നോക്കിയപ്പോഴൊന്നും മുടി കയ്യിലില്ല. ഇപ്പം നോക്കിക്കോട്ടോ, ഇല്ല, ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ട, അതുകൊണ്ട് വലിച്ചാലൊന്നും എനിക്ക് വരുന്നില്ല. പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും അത്രയും കെട്ടുമുടി എൻ്റെ പോയിക്കൊണ്ടിരുന്ന. മുന്നേ അത്രയും ഉണ്ടായില്ല, പക്ഷെ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇത് പെട്ടെന്ന് കൂടെ തന്നെ ഉണ്ടായ. പിന്നെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണോണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താനേ പറ്റില്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ എൻ്റെ വേറെ കസിൻസിനൊക്കെ എന്താണെന്ന് വെച്ചാൽ, യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്താലാണ് അവർക്ക് റിസൾട്ട് അറിയുള്ളൂ. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് നിലനിന്ന് പോകുകയാണെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്തത് മേടിക്കാവുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ നമുക്കൊരു തരത്തിലുള്ള റിസൾട്ടും കിട്ടില്ല. ആ ഉണ്ടായ റിസൾട്ടും കൂടി ഇതെടുത്തുകൊണ്ട് പോകും. അതാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. പിന്നെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. ഞാൻ രാവിലെ യൂസ് ചെയ്യാറുണ്ട്, രാത്രി യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തല കുളിച്ചിട്ട് ആ നനവോടെ ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട്.
പിന്നെ എനിക്കൊരു പ്രശ്നം പറ്റിയത് ഈ ബോട്ടിലിൻ്റെ കാര്യം ഞാൻ പറയാം. ഇതിങ്ങനെ നോബ് ഉണ്ടല്ലോ, ഇവിടെ നോബുണ്ട്, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ഇത് എന്താണ് ഓപ്പൺ ആവും, നമുക്ക് സ്പ്രേ ചെയ്യാം. എനിക്കിത് ഫസ്റ്റ് എനിക്ക് സ്പ്രേ ആവണ്ടായില്ല. ഞാൻ 18 പണി നോക്കി സ്പ്രേ ആവണ്ടല്ല. പിന്നെ ഞാൻ ഇതിനകത്ത് കുത്തി പിന്നൊക്കെ ഇട്ട് കുത്തി വലിയ ഓട്ടയാക്കി. പിന്നെ അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. സ്പ്രേ ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. എനിക്കെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇത് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പലരും, എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, സിസ്റ്ററൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മറ്റേ ഇതില്ലേ ഇതിൻ്റെ ഇല, അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല മേടിച്ചിട്ട് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. അത് സെയിം എഫക്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സെയിം റിസൾട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇല മേടിച്ച് തിളപ്പിച്ചിട്ട് തലയിൽ സ്പ്രേ ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തതിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ജസ്റ്റ് വെള്ളം നമ്മുടെ തലയിലേക്ക് ഇറ്റിറ്റ് നമ്മൾ അടിക്കില്ലേ, ആ ഒരു ഫീൽ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഇതാണ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഹെയർ ഫാൾ കൂടുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ.